ഹലോ എവരിവൺ, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നോട്ടിഫിക്കേഷനായിരുന്നു 2024 SSCയുടെ CGL നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ്. അതായത് ജൂൺ 24 മുതൽ ജൂലൈ 24 വരെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 24/7/2024 അതായത് ജൂലൈ 24 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് 25/7/2024 മുമ്പായിട്ടാണ്. ഇനി ആപ്ലിക്കേഷൻ വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ വരുന്നത് ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ്. ഇതിൻ്റെ ടയർ 1 എക്സാമിനേഷൻ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. ഇതിൻ്റെ ടയർ 2 എക്സാമിനേഷൻ ഡിസംബർ ആ ഒരു മാസത്തോടുകൂടി ഉണ്ടാവും. അപ്പോൾ ഡേറ്റ് നോക്കുക, ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 24 മുതൽ ജൂലൈ 24 വരെയാണ് ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ നിലവിൽ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള വേക്കൻസീസ് പറയുന്നത് 17,727 വേക്കൻസീസാണ്. അപ്പോൾ CGL 2024 പറയുന്നത് 17,727 വേക്കൻസീസാണ്. ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള വേക്കൻസീസാണ്. ഇതിൽ ചേഞ്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാലും ഈ ഒരു വേക്കൻസീസ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഈ ഒരു CGL നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം. CGL ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ്. അത് CGL എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ CGL എക്സാമിനേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് അത് അപ്ലൈ ചെയ്യുന്നത് ഇത് ഗ്രൂപ്പ് B കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട ഏജ് ലിമിറ്റ് പറയുന്നത് ഇതാണ്, 20 to 30 years ആണ്. ഇനി അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റലിജൻസ് ബ്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള വേണ്ട ഏജ് ലിമിറ്റ് 18 to 30 years ആണ്. അങ്ങനെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിൻ്റെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, AFHQ, പിന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതർ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻസ് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ ആ ഒരു പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് 20 to 30 years ആണ്. അപ്പോൾ അതായത് ഓരോ പോസ്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റുകൾ നോക്കുക. അതിന് ഓരോന്നിനും പറയുന്ന ഏജ് ലിമിറ്റ് ഡിഫറെൻ്റ് ആണ്. 20 to 30 years വരുന്ന ഏജ് ലിമിറ്റ് വരുന്ന പോസ്റ്റുകളുണ്ട്, 18 to 30 years വരുന്ന പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ 18 to 32 years വരുന്ന പോസ്റ്റുകളുണ്ട്. അത് ഏതെല്ലാമാണെന്ന് നമ്മളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ 18 to 27 years വരുന്ന പോസ്റ്റുകളുണ്ട്. 18 to 27 years ഏജ് ലിമിറ്റ് വരുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതാണ്: ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻറ്റ്, പിന്നെ ഓഡിറ്റർ, അതായത് CAGൻ്റെ ഓഫീസിലേക്കുള്ള ഓഡിറ്റർ, പിന്നെ CGDA, പിന്നെ അതർ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അവിടേക്കൊക്കെയുള്ള ഓഡിറ്റർ പോസ്റ്റിലേക്കും പിന്നെ ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട ഏജ് ലിമിറ്റ് 18 to 27 years ആണ്. പിന്നെ പറയുന്ന പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, അതുപോലെയുള്ള ടാക്സ് അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റും ഈ പറയുന്ന 18 to 27 years ആണ്. അപ്പോൾ പോസ്റ്റുകൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി അതിൻ്റെ സാലറി പാക്കേജ് നോക്കുമ്പോൾ ഈ പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകളാണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ഇൻസ്പെക്ടർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പിന്നെ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ്. ആ പോസ്റ്റുകൾക്കൊക്കെ പറയുന്നത് അത് പേ ലെവൽ 7 കീഴിൽ വരുന്ന പോസ്റ്റുകളാണ്. 44,900 മുതൽ 1,42,000 സംതിങ് അത്രയുമാണ് ആ ഒരു പോസ്റ്റുകൾക്കുള്ള സാലറി. ഇനി അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, റിസർച്ച് അസിസ്റ്റൻറ്റ്, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് അവർക്കൊക്കെ പേ ലെവൽ 6 വരുന്ന പോസ്റ്റുകളാണ്. അവർക്ക് 35,400 മുതൽ
1,12,000 സംതിങ് ആണ് അവിടെ സാലറി വരുന്നത്. പിന്നെ പേ ലെവൽ 5ൻ്റെ കീഴിൽ വരുന്നത് ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, ആ പോസ്റ്റുകളാണ്. അത് 29,000-ലാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 92,000 വരെയാണ് അതിൻ്റെ സാലറി വരുന്നത്. ഇനി പേ ലെവൽ 4ൻ്റെ കീഴിൽ വരുന്നതാണ് സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, ടാക്സ് അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ. അതെല്ലാം അതിൻ്റെ എല്ലാം സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 25,000 മുതലാണ്. 81,000 വരെ ആയിരിക്കും അതിൻ്റെ മാക്സിമം വരുന്നത്. ഇത്രയുമാണ് ഏജ് ലിമിറ്റ്, സാലറി ഡീറ്റെയിൽസിനെ പറ്റി പറയുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്. അതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും PWBD കാൻഡിഡേറ്റ്സിനും ഫീസ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ പറയുന്ന 100 രൂപ ഫീസ് വരുന്നത്. അത് ഓൺലൈനായിട്ട് തന്നെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് SSCയുടെ പുതിയ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.gov.in അതുവഴിയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പതിവ് പോലെ തന്നെ 2 ടയറായിട്ടാണ് എക്സാമിനേഷനാണ്, ഓൺലൈൻ എക്സാമിനേഷൻ്റെ ബേസിസിലാണ്. അതിൽ CBT 1 പ്രിലിമിനറി എക്സാമിനേഷൻ, CBT 2 മെയിൻ എക്സാമിനേഷൻ, അങ്ങനെ 2 ടയറായിട്ട് നടക്കുന്ന എക്സാമിനേഷൻ വഴിയാണ് CGL എക്സാമിനേഷൻ നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാം പാറ്റേൺ CBT 1നെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ CBT 1-ൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതായത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു എക്സാമിനേഷനാണ്. ടോട്ടൽ മാർക്ക് 200 ആണ്. ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 1 hour ആണ് നമുക്ക് സമയം കിട്ടുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് 0.5 ആണ്. അപ്പോൾ ഇത് ടയർ 1ൻ്റെ ഡീറ്റെയിൽ ആണ്. ഇനി ടയർ 2ൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിൽ പേപ്പർ 1-ൽ സെഷൻ 1-ൽ മോഡ്യൂൾ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്, അത്രയുമാണ് പേപ്പർ 1-ൽ വരുന്നത്. പേപ്പർ 1-ൽ സെഷൻ 1 ഇത് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ. മാത്തമാറ്റിക്കൽ എബിലിറ്റീസിന് 30 ക്വസ്റ്റ്യൻസ്, റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസിന് 30 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 60 മാർക്കായിരിക്കും. 60 ക്വസ്റ്റ്യൻസിന് 3 മാർക്ക്. ഈ ഒരു സെഷനിൽ ഒരു കാര്യമുണ്ട്, പാറ്റേൺ 1, അതായത് നമ്മളുടെ CBT 1-ൽ ഓരോ ശരി ഉത്തരത്തിനും 2 മാർക്കും ഇതായിരുന്നു കിട്ടിയിരുന്നത്. ഇവിടെ വരുന്നത് 3 മാർക്കാണ്. അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് ആണ്. പേപ്പർ 1-ലെ സെഷൻ 1-ൽ 2 മോഡ്യൂൾസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ മോഡ്യൂളിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണെങ്കിൽ രണ്ടാമത്തെ മോഡ്യൂളിൽ റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആണ്. ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാക്സിമം മാർക്ക് ഇവിടെ 180 ആണ്. ഈ ഒരു സെഷനിൽ 1 hour ആണ് സമയം. ഇനി പേപ്പർ 1-ലെ സെഷൻ 1 നമ്മൾ കണ്ടു. സെഷൻ 2-ൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ്, അങ്ങനെയാണ് വരുന്നത്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 45 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ് ആണ്. സെഷൻ 2-ൽ 70 ക്വസ്റ്റ്യൻസ് ആണ്. സെഷൻ 1-ൽ 60 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സെഷൻ 2-ൽ 70 ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ മാർക്ക് എത്രയാണ്? 210. 70 × 3, ഓരോ ശരി ഉത്തരത്തിന് 3 മാർക്ക് ഇതാണ് വരുന്നത്. അവിടെ 210 ആണ് ടോട്ടൽ മാർക്ക്. ഇനി സെഷൻ 3 കമ്പ്യൂട്ടർ നോളജ് ആണ്. അതിൽ 20 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. 60 ആണ് മാർക്ക് വരുന്നത്. അപ്പോൾ 20 × 3 60 ആണ് അവിടെ മാർക്ക് വരുന്നത്. ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി സെഷൻ 2-ൽ നമുക്ക് വരുന്ന സെഷൻ 2-ൽ തന്നെ വരുന്ന ഇതാണ് ഒരു മോഡ്യൂളാണ് ഡേറ്റ എൻട്രി ആൻഡ് സ്പീഡ് ടെസ്റ്റ് മോഡ്യൂൾ വരുന്നത്. അത് 1 ഡേറ്റ എൻട്രി ടെസ്റ്റാണ്. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഇനി പേപ്പർ 1-ലാണ് ഈ പറയുന്ന 2 സെഷൻസ് വരുന്നത്. സെഷൻ 1-ൽ മാത്തമാറ്റിക്സും റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസും, പിന്നെ സെഷൻ 2-ൽ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ്, സെഷൻ 3-ൽ കമ്പ്യൂട്ടർ നോളജ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ നോളജ് കഴിഞ്ഞിട്ട് സെഷൻ 2-ൽ നമുക്ക് ഡേറ്റ എൻട്രി ടെസ്റ്റ് ആണ്. അത് പേപ്പർ 1-ലാണ് വരുന്നത്. ഇനി പേപ്പർ 2-ൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് 100 മാർക്കിനായിരിക്കും. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മാർക്ക് ഇതാണ്. 200 ആണ് അവിടെ മാക്സിമം മാർക്ക്. 2 മണിക്കൂറാണ് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഇതിൽ ഡേറ്റ എൻട്രി, കമ്പ്യൂട്ടർ ആൻഡ് ഡേറ്റ എൻട്രിക്ക് 15 മിനിറ്റും, പേപ്പർ 2 അറ്റൻഡ് ചെയ്യാനായിട്ട് 2 മണിക്കൂറും, പിന്നെ
സെഷൻ 1 അറ്റൻഡ് ചെയ്യാനായിട്ട് ടോട്ടൽ 1 അവറുമാണ് കിട്ടുന്നത്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ടയർ 2 വിൽ ഇൻക്ലൂഡ് കണ്ടക്ടിങ് ഓഫ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഇൻ സെപ്പറേറ്റ് ഷിഫ്റ്റ്. ഒരു ദിവസം തന്നെ 2 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 നടക്കുന്നത്. അതിൽ പേപ്പർ 1 ഈസ് കമ്പൽസറി ഫോർ ഓൾ ദ പോസ്റ്റ്. എല്ലാ പോസ്റ്റുകൾക്കും കമ്പൽസറി ആണ്. പേപ്പർ 1 എല്ലാ പോസ്റ്റുകൾക്കും കമ്പൽസറി ആണ്. പേപ്പർ 2 വിൽ ബി ഫോർ ഓൺലി ദോസ് കാൻഡിഡേറ്റ്സ് ഹു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ in the Ministry of Statistics and Program in Implementation and Statistical Investigator grade 2 in the office of the Registrar General of India. അപ്പോൾ ഈ 2 പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമാണ് പേപ്പർ 2വിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു പാർട്ട് വരുന്നത്. ബാക്കിയുള്ള പേപ്പർ 1 അത് കമ്പൽസറി, എല്ലാ പോസ്റ്റുകൾക്കും കമ്പൽസറിയാണ്. പിന്നെ വരുന്നത് ടൈപ്പിംഗ് ടെസ്റ്റാണ്. ടൈപ്പിംഗ് ടെസ്റ്റും എല്ലാവർക്കും ഉണ്ടാവും. അതിൽ പേപ്പർ 2വിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ പറയുന്ന 2 പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് വരുന്നത്. അപ്പോൾ എക്സാം പാറ്റേൺ പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാം പാറ്റേൺ നമുക്ക് ഒന്നുകൂടി നോക്കാം, ക്ലിയർ ആവാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എക്സാം പാറ്റേൺ 1 അതായത് പ്രിലിമിനറി എക്സാമിനേഷനാണ്. പ്രിലിമിനറി എക്സാമിനേഷനിൽ പതിവ് പോലെ തന്നെ 4 സെഷൻസ് ആണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. അത് 100 ക്വസ്റ്റ്യൻസ് ഉള്ളൊരു എക്സാമിനേഷനാണ്. 200 ആണ് മാക്സിമം മാർക്ക്. 1 അവറാണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഇനി CBT 2 അതായത് ടയർ 2 ആണ്. ടയർ 2വിൽ പേപ്പർ 1ൽ ഉൾപ്പെടുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്. അത് സെഷൻ 1 ആണ്. പേപ്പർ 1ൽ സെഷൻ 1. സെഷൻ 2വിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ്. പിന്നെ സെഷൻ 3ൽ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളാണ്. അതിലത്തെ തന്നെ സെഷൻ 3ൽ വരുന്നതാണ് ഡേറ്റ എൻട്രി ആൻഡ് സ്പീഡ് ടെസ്റ്റ്. പിന്നെ പേപ്പർ 2വിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മൾ പറഞ്ഞ 2 പോസ്റ്റുകളാണ്. ആ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ അപ്ലൈ ചെയ്തു തുടങ്ങുക. SSCയുടെ പുതിയ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസിനും ഇൻഫോർമേഷൻസിനുമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്